പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇന്ന് ജൂൺ 29 കത്തോലിക്ക തിരുസഭ തിരുഹൃദയത്തിന്റെ തിരുനാളായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷേ ദൈവത്തിന്റെ ഹൃദയത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. കാരണം പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് തന്നുകൊണ്ട് പീഡാനുഭവത്തിലൂടെയും കുരിശുമരണത്തിലൂടെയും ഒക്കെ നമ്മൾ വ്യക്തമായി അനുഭവിക്കുന്നതും നമ്മൾ കണ്ടതും തൊട്ടറിഞ്ഞതും കേട്ടതും ഒക്കെയാണ് നമ്മൾ യേശുവിന്റെ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ ഹൃദയത്തിൽ മനുഷ്യർക്കുള്ള സ്ഥാനങ്ങളും. പക്ഷെ മനുഷ്യരുടെ ഹൃദയം എങ്ങനെയാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ വലുത് ഉൽപ്പത്തി പുസ്തകം മുതൽ മനുഷ്യരുടെ ഹൃദയത്തെ കുറിച്ച് തുടങ്ങുന്നുണ്ട്. അതിന്റെ 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തില് ദൈവം പറയുന്നുണ്ട്, മനുഷ്യന്റെ ഹൃദയം തുടക്കം മുതലേ തിന്മയിലേക്ക് ചാഞ്ഞിരിക്കുന്നുവെന്ന്. അങ്ങനെ ദൈവം തുടർന്ന് പറയുന്നുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം സങ്കടപ്പെട്ട് പരിതപിച്ചു എന്നാണ് വചനം പറയുന്നത്. കാരണം ഹൃദയത്തിൽ അന്നു മുതലേ മനുഷ്യരുടെ ഹൃദയം തിന്മയിലേക്കാണ് ചാഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ജെറമ്യാ പ്രവാചകനിലൂടെ കർത്താവ് വീണ്ടും പറഞ്ഞത്, കർത്താവായി ഞാൻ ഹൃദയം പരിശോധിക്കുന്നവനാണ്. എന്നിട്ട് ജെറമ്യാനോടിലൂടെ കർത്താവ് പറയുകയാണ്, മനുഷ്യന്റെ ഹൃദയം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക, അത് ശോചനീയമാം വിധം നന്നാക്കാൻ പറ്റാതെ വൃത്തിയാക്കാൻ പറ്റാത്ത വിധം ദുഷിച്ചു പോയൊരു ഹൃദയമാണ് മനുഷ്യർക്കുള്ളതെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, കർത്താവായി ഞാൻ ഹൃദയം പരിശോധിക്കുന്ന ഒരു ദൈവമാണെന്നുള്ളത്. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം. 19 മുതലുള്ള വാക്യങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം എന്താണ് മനുഷ്യന്റെ ഹൃദയമെന്ന്. മനുഷ്യന്റെ ഹൃദയത്തിലുള്ളത് വ്യഭിചാരം, മൂഢത, ദുരാഗ്രഹം, വഞ്ചന, ഭോഗാസക്തി, ദൂഷണം, അസൂയ, അഹങ്കാരം മുതലായ കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു എന്ന് വചനം പറയുന്നു. പുറമേ നിന്ന് ഒരു വസ്തുക്കളും ഒരു മനുഷ്യനെ അശുദ്ധനാക്കാൻ സാധിക്കുകയില്ല ഹൃദയത്തെ. പക്ഷെ ഹൃദയത്തിൽ വസിക്കുന്ന ഇത്തരം ചിന്തകൾ നമ്മുടെ ഹൃദയത്തെ ദൂഷിപ്പിക്കുന്നു. അത് നമ്മുടെ കർത്താവിന് സങ്കടകരമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയത്തെ നിങ്ങൾ വെടിപ്പാക്കി നിർമ്മലമായൊരു ഹൃദയമാക്കി വെക്കുക എന്നുള്ളത്. സങ്കീർത്തനം 24-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാം, എന്റെ വിശുദ്ധഗിരിയിൽ ആര് കയറും, ആര് വാസം ഉറപ്പിക്കും. അങ്ങനെ പറയുമ്പോൾ അവിടെയും നമുക്ക് കാണാം, നിർമ്മലമായ ഹൃദയമുള്ളവനാണ് അവിടെ വാസം ഉറപ്പിക്കുന്നതെന്ന്. അപ്പൊ കർത്താവ് നമ്മുടെ ഹൃദയത്തെയാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മുടെ ഹൃദയത്തെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ, ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്തേക്ക് പ്രവേശിക്കുകയും അവരോട് തിരിക്കുകയും വാസമുറപ്പിക്കുകയും ചെയ്യും. എന്റെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് ഞാൻ വിജയം വരിച്ചിരിക്കുന്നത് പോലെ ഞാൻ കയറി വന്ന വ്യക്തി എന്നോടൊപ്പം ഇരുത്തും, വിജയം വരിച്ച് എന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്ന് ദൈവം നമുക്ക് വാഗ്ദാനം ചെയ്തു തരുന്നു. അപ്പൊ നമ്മുടെ ഹൃദയത്തെ പൂർണ്ണമായും നമ്മൾ കർത്താവിന് വിട്ടുകൊടുത്തുകൊണ്ട് അവിടെയുള്ള എല്ലാവിധ അശുദ്ധ ചിന്തകളും എല്ലാ ചിന്തകളും മാറ്റിവെക്കണം. കാരണം പ്രഭാഷകന്റെ പുസ്തകം 37-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് വീണ്ടും കാണാം, ചിന്തകൾ ഹൃദയത്തിലാണ് വേരൂന്നിയിരിക്കുന്നത്. അതാണ് വീണ്ടും ജെറമ്യയിലേക്ക് പോകുമ്പോൾ കാണാം, ഇതിനൊന്നും ആർക്കാണ് മനസ്സിലാക്കാൻ സാധിക്കുക? നമുക്ക് ആർക്കും മനുഷ്യന്റെ ഹൃദയത്തെ മറ്റൊരു വ്യക്തിയുടെ ഹൃദയത്തെ നമുക്ക് മനസ്സിലാക്കാനോ നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് പറയാനോ നമുക്ക് സാധിക്കില്ല. ഹൃദയത്തിൽ വിചാരിക്കുന്ന ദൈവത്തിന് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഞാൻ കർത്താവായി ഞാൻ ഹൃദയം പരിശോധിക്കുന്ന ദൈവമാണെന്നുള്ളത്. അപ്പൊ കർത്താവ് ഹൃദയം പരിശോധിക്കും. നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളതായിരിക്കുക, വൃത്തിയായിരിക്കുക, അശുഭചിന്തകളും മറ്റുള്ള ഒരു വ്യക്തമായ ചിന്തകളും ഇല്ലാതെ നമ്മൾ വളരെ നന്നായിട്ട് ഹൃദയത്തെ കർത്താവിന് ഇരിക്കുവാൻ വാസമർപ്പിക്കുവാൻ തക്കവിധം നമ്മുടെ ഹൃദയത്തെ ഒടുക്കി നമ്മളിരിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അഷ്ടസൗഭാഗ്യങ്ങളെ കുറിച്ച് അവിടെ പറയുമ്പോൾ ഒരുപാട് സൗഭാഗ്യങ്ങളെ കുറിച്ച് ദൈവം അവിടെ പറയുന്നുണ്ട്, നമ്മളോട് പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-8 വായിക്കുമ്പോൾ വൃത്തിയായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പൊ ദൈവത്തെ കാണാനുള്ള ഭാഗ്യം ഹൃദയശുദ്ധി ഉള്ളവർക്കാണ്. നമുക്ക് നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയുള്ളതാക്കി മാറ്റിക്കൊണ്ട് എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവ് നമുക്കൊരു പുതിയ ഹൃദയം നൽകും. കല്ലുപോലുള്ള നമ്മുടെ ഹൃദയം മാറ്റി അവിടെ മാംസളമായ ഒരു ഹൃദയം നമുക്ക് വെച്ചു തരുമെന്ന് കർത്താവ് എസെക്കിയേൽ പ്രവാചകനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ ഹൃദയം കർത്താവെ അവിടെ നിന്ന് കല്ലുപോലുള്ള ഞങ്ങളുടെ ഹൃദയങ്ങളെല്ലാം മാറ്റി, അശുഭചിന്തകളുള്ള ഹൃദയങ്ങളെല്ലാം മാറ്റി ദൈവത്തിന്റെ വാസം ഉറപ്പിക്കുവാൻ തക്കവിധം നമ്മുടെ ഹൃദയത്തെ ഒരുക്കി വൃത്തിയാക്കി സൂക്ഷിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പരസ്പരം നമ്മുടെ ഹൃദയം നമുക്ക് സ്നേഹിക്കാം. പരസ്പരം ഒരു പ്രത്യുപകാരവും പ്രതീക്ഷിക്കാതെ നമുക്ക് പരസ്പരം സ്നേഹിക്കുവാനും ഹൃദയങ്ങൾ വിശുദ്ധമാക്കി ദൈവത്തിന് മാസം ഉറപ്പിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ഒന്നായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒരു ഹൃദയം നമുക്ക് ഒരുക്കിയെടുക്കുവാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം.